എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹമാണ് സ്വാഗതം കേട്ടോ. ഇവിടെ നല്ല ഗംഭീരമായിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന ഇതൊക്കെ മഴയുടെ ദിവസമായിട്ട് നമുക്ക് ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ. കാരണം വെച്ചാൽ ചെറിയൊരു വേള പോലും ഇല്ലാതെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലുടനീളം ഒരു മഴയുടെ ചെറിയൊരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവും ശബ്ദത്തിൻ്റെ. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് ഈ ഒരു കിടില മഴയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സാധാരണ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിക്കൂട്ടാണ് ഞാനിതിൽ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയിൽ ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റ് വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആണ് ഈ ഒരു പുളിശ്ശേരീനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണുന്നവരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും വായോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല നാട്ടുമാമ്പഴമാണ്. അപ്പോൾ ഈ ഒരു നാട്ടുമാമ്പഴത്തിൻ്റെയൊക്കെ സീസണിൽ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് വിട്ടുപോലെ കേട്ടോ. നമുക്കും നാട്ടുമാമ്പഴം വീട്ടിലില്ല എന്നാൽ പോലും നമ്മൾ ഈ ഒരു സീസണിൽ അതുള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാണെങ്കിലും ഇത് സംഘടിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഒരുപാട് ഇതിൻ്റെയൊക്കെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു മാമ്പഴമാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു മാമ്പഴം നമുക്ക് എത്രത്തോളം എമൗണ്ട് വേണോ അത്രയും ഒന്ന് തോലൊക്കെ ഒന്ന് പറിച്ചെടുക്കുക. എന്നതിന് ശേഷം ഒരു മൺചട്ടി, ഇത് മൺചട്ടി തന്നെ തയ്യാറാക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, റിയൽ ആയിട്ടുള്ള ടേസ്റ്റ്. ഞാനിതാ മുറ്റത്ത് തന്നെ മഴയാണ് എന്നിരുന്നാൽ കൂടി ഞാനിപ്പോൾ മുറ്റത്ത് നമ്മളെ വിറകടുപ്പ് കത്തിച്ച് അതിൽ മൺചട്ടിയിലാണ് പാചകം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ വിറകടുപ്പ് കത്തിച്ചു, മൺചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 9 മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ എത്ര ആളുണ്ടോ അപ്പോൾ അതിനനുസരിച്ചും പിന്നെ മാമ്പഴത്തിന് നമ്മുടെ ലഭ്യത അനുസരിച്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 9 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു നാടൻ മാങ്ങയെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അത് വേകാനായിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഈ ഒരു തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുക്കണം. തേങ്ങ അരയ്ക്കുന്നതിൽ പ്രത്യേകതയുണ്ട്, വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത്. ഇനി വെള്ളം ചേർക്കരുത് കേട്ടോ. ഫസ്റ്റത്തെ ടിപ്പ് ഇതാണ്, വെള്ളം ചേർത്ത് അരയ്ക്കരുത്. നമ്മൾ പുളിയുടെ ആവശ്യത്തിന് തൈര്, ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർക്കുക. ഇത് കണ്ടോ, നമുക്ക് വെള്ളം ചേർക്കുന്നതിന് പകരം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കുന്നത് കേട്ടോ. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ പുളിശ്ശേരി അരപ്പൊന്ന് കിടിലനായിട്ട് അരച്ച് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ മാമ്പഴത്തിൻ്റെ സ്ഥിതി എന്തായി നോക്കാം. ഇത് കണ്ടോ, നമ്മളിപ്പോൾ അതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ മാമ്പഴം ഒന്ന് വേവിച്ച് നല്ല പറ്റിച്ചെടുക്കണം കേട്ടോ. അത് കണ്ടില്ല, അത്യാവശ്യം മാമ്പഴം ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് വേണം. അത് കാന്താരി ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാന്താരിയാണ് കേട്ടോ. ഞാനിപ്പോൾ കാന്താരി മഴയായതുകൊണ്ട് പറിക്കാൻ പോകാനുള്ളൊരു ചെറിയൊരു മടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു 4-5 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വളരെ കുറച്ച് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മാമ്പഴം ഇങ്ങനെ കിടന്ന് ഈ വെള്ളം ഒന്ന് വറ്റി ഈ മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് പാകമായി വരട്ടെ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ അരപ്പൊക്കെ ഒന്ന് റെഡിയായിട്ട് അരച്ച് കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 അച്ച് ബെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ. ബെല്ലം നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബെല്ലം എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും നന്നായിട്ട് അത് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാനതിൽ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളെ മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് പറ്റിച്ചെടുക്കുവാണ്. അതൊന്ന് പറ്റി വരുന്നവരെ പാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ചട്ടി അടച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക കേട്ടോ. ഇത് കണ്ട, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ഈ മാമ്പഴം ആദ്യം ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് താന്ന് കുറച്ചൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മളിതിലേക്ക് ബെല്ലപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് മാമ്പഴത്തിൽ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടി ആ ഒഴിക്കുന്നിടത്ത് നിൽക്കണം. അങ്ങനെയുള്ള ഒരു പരുവാണ് വേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ആ വെള്ളം ഒന്ന് ഇച്ചിരി പറ്റി ചേർന്ന് വന്നപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ 2 അച്ച് ബെല്ലം ഇട്ടിട്ട്
ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല അടിപൊളി ബെല്ലപ്പാനി. അതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് കണ്ടോളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നല്ല അടിപൊളി നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നെയ്യ്, നല്ല കിഡിലെ നെയ്യൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ടും വീഡിയോസായിട്ടും എൻ്റെ ചാനലിലുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെല്ലപ്പാനിയിലും നെയ്യിലും മുളകിലും ഒക്കെ കടന്നിട്ട് നമ്മളെ മാമ്പഴം അങ്ങ് കിഡിലനായിട്ട് വെന്ത് വരുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ഈ അടപ്പ് തുറക്കുമ്പോണ്ടല്ലോ ആ ഒരു ബെല്ലത്തിൻ്റെയും നെയ്യിൻ്റെയൊക്കെ ആ ഒരു മണം. ഇനിയിപ്പോൾ ഈ നെയ്യിൽ കടന്ന് ഈ ഒരു മാമ്പഴം നല്ലോണം വെന്ത് ആ മാമ്പഴത്തിൻ്റെ ഉള്ളിലേക്കല്ല ഈ മധുരവും ഈ നെയ്യൊക്കെ ഒന്ന് കയറി നല്ലൊന്ന് നമ്മളെ ചാറൊക്കെ ഒന്ന് കുറുകി പറ്റി വരട്ടെ കേട്ടോ. ഇത് അസാധ്യമായിട്ടുള്ള ഈ കറീൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു നെയ്യ്, ആ ഒരു ഇത് സ്റ്റെപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. സാധാരണ ഞാൻ ഒത്തിരി ടൈപ്പിലെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ടേ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് പറയാനുള്ളൊരു പ്രധാന കാരണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു ചാറ് കുറുകി എത്രത്തോളം ചാറ് കുറുകി വരുന്നുണ്ട് എന്നുള്ളത് നമുക്കിനി ഈ ഒരു അരപ്പിൽ ഞാൻ പറഞ്ഞുവല്ലോ വെള്ളം ചേർക്കില്ല എന്ന്. അപ്പോൾ ഈ തൈര് ചേർത്ത അരപ്പാണ്, കുറുകിയ ഒരരപ്പാണ്. ഇതുണ്ടോ അരപ്പ് ഇങ്ങനെയുള്ളൊരു ടൈപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കറിയിൽ എത്രത്തോളം ചാറിൻ്റെ പരുവം റെഡിയാവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അരപ്പിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ചാറ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് തീ. എന്നിട്ട് ഞാനിതേ നമ്മളെ കുറുകിയ അരപ്പ് നമ്മൾ തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല, ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാനിതിലേക്ക് ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് തൈരിൽ അരച്ചെടുത്ത നമ്മളുടെ തേങ്ങേൻ്റെ അരപ്പും കൂടി നമ്മൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിങ്ങനെ ഈ ഒരു അടുപ്പത്തിരുന്ന് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ആ ഒരു എന്താ വെച്ചാൽ നമ്മൾ ചേർത്ത തേങ്ങേൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പും അവോയ്ഡ് ചെയ്യരുത്. ഇതും ഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കും കേട്ടോ. നമ്മൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെക്കുക. സാധാരണ പുളിശ്ശേരി വറവിടുന്നത് പോലെ വെളിച്ചെണ്ണയിലല്ല വറവിടുന്നത്, നെയ്യിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നെയ്യ് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് എടുക്കുക. നെയ്യ് നന്നായിട്ട് ചീനച്ചട്ടിയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കടുകും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ തന്നെ ചെയ്യണം, വെളിച്ചെണ്ണ ചേർക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഒന്നും ചേർത്ത് വറവിടരുത്. അപ്പോൾ ഈ ഒരു പുളിശ്ശേരീൻ്റെ ടേസ്റ്റിൻ്റെ ലെവൽ മാറും കേട്ടോ. ഞാനിപ്പോൾ നെയ്യിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറുകിയ മാമ്പഴ പുളിശ്ശേരി റെഡിയായി വന്നതിൻ്റെ മുകളിലേക്ക് ഈ വറുത്ത ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക നെയ്യിൽ. ഒന്നും പറയാനില്ല. ആ നെയ്യിൻ്റെയും ആ ഒരു ബെല്ലത്തിൻ്റെയും ഒക്കെ മണവും ഒന്നും പറയാനില്ല, അസാധ്യമായിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് താളിച്ചൊഴിച്ചതും കൂടി ചേർത്തപ്പോൾ പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു നെയ്യാണ് ഇതിനെ ഗംഭീരാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.